ഈ വർഷം അവസാനം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. അവിടെ ത്രികോണ മത്സരമാണ്. BJPയും CPMും തമ്മിൽ കഴിഞ്ഞ 2 വട്ടവും നേരിട്ടുള്ള മത്സരം നടന്ന സ്ഥലം. ഇത്തവണ കോൺഗ്രസും കൂടി രംഗത്ത് വരികയാണ്. അവിടെ അധികാരം പിടിക്കാൻ വേണ്ടി വിഷ്ണുനാഥ് MLA ആണ് രംഗത്തിറക്കാൻ പോകുന്നത്. അദ്ദേഹമായിരിക്കും ഇനി തന്ത്രങ്ങളെല്ലാം മെനയുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെ കോർപ്പറേഷനിൽ മത്സരിക്കാൻ ഇറങ്ങും. വല്ലതും നടക്കുമോ? നടക്കും, തീർച്ചയായിട്ടും നടക്കും. ഡൽഹിയിൽ സംഭവിച്ച പോലെ തന്നെ കോൺഗ്രസ് അവിടെ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജ് ഉള്ള സംസ്ഥാനമാണ്. ചെറിയ 70 സീറ്റേ ഉള്ളെങ്കിലും പ്രസ്റ്റീജ് ഏറ്റവും കൂടുതൽ തലസ്ഥാന സംസ്ഥാനം എന്നാണ് അതിൻ്റെ ശരിയായ പേര്. അപ്പോൾ വളരെ പ്രസ്റ്റീജാണ്. ഇപ്പോൾ ഈ പ്രാവശ്യവും കോൺഗ്രസ് കച്ചയും കെട്ടി രാഹുൽ ഗാന്ധിയും ഒക്കെ ഇറങ്ങിയിരുന്നു. എന്തായി സംഭവിച്ചത്? ഒറ്റ സീറ്റ് കിട്ടിയോ? 0, വട്ട 0. അത്രയേ ഉള്ളൂ അവരുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത്. അതാണ് സംഭവം. കേരളത്തിലും കോർപ്പറേഷനുകൾ പലതും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മണ്ഡലമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. ഏറ്റവും തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ ഒരു പദവി, വലിയ പാരമ്പര്യമുള്ള കോർപ്പറേഷനാണ്. മേയർ, അവിടുത്തെ മേയർ പദവി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ പണ്ടത്തെ മനസ്സ് കോൺഗ്രസ് മനസ്സായിരുന്നു. കൂടുതലും ഈ NSSന് ആധിപത്യമുള്ള സ്ഥലം എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ കോൺഗ്രസ്സിന് ആധിപത്യമുള്ള സ്ഥലം. അത് തെറ്റിക്കാൻ CPMന് കഴിഞ്ഞത് VK കൃഷ്ണമേനോനെ അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചുകൊണ്ടാണ് ഇക്വേഷൻ മാറ്റിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് 30 വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. ക്രമേണ ജനങ്ങളുടെ മനസ്സങ്ങ് മാറി. കോൺഗ്രസ് തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുള്ള, അനന്തകൃഷ്ണനെ പോലെ ചതിക്കുകയായിരുന്നൊരു ബോധം, തിരിച്ചറിവ് അവരിലുണ്ടായിട്ടുണ്ട്. ഇത്രയും നാൾ ഭരിച്ചു ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്തിന്. ഇത്രയും നാൾ ഇന്ത്യ ഭരിച്ചു, ഇന്ത്യക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ചുമ്മാ വലിയ ജനാധിപത്യം, ഭരണഘടന ഒക്കെ പറയുന്ന വലിയ വാചകങ്ങൾ, അതിൻ്റെ സംസ്കാരം പറയാൻ അത് മാത്രമേ ഉള്ളൂ. അന്ന് ഇന്നും അതൊക്കെ ഉണ്ടായതിനെയും അല്ലാതെ തന്നെ ഉണ്ടാകും. കാരണം സനാതന മനസ്സാണ് ഇന്ത്യയുടെ, അതുകൊണ്ട് അതുണ്ടായിരിക്കും. അതൊരിക്കലും നശിച്ചു പോകില്ല. ഇതെല്ലാം കോൺഗ്രസിൻ്റെ നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നല്ലാതെ ഒരു നല്ല റോഡോ ഒരു നല്ല വിമാനമോ ഒരു നല്ല ആയുധമോ ഒന്നും ഉണ്ടാക്കാനുള്ള കരുത്ത് കാണിച്ചിട്ടില്ല. പട്ടിണി ഇല്ലാതാക്കാനുള്ള കരുത്തും കാണും. അതിൽ അവരെ കഴിഞ്ഞ് മറ്റാരുമില്ല. കമ്മീഷൻ വാങ്ങിക്കുന്നതിൽ അവരെ തോൽപ്പിക്കാൻ വന്നാണ് AAP. അതുകൊണ്ടായിരിക്കും അവർക്ക് AAPയോട് ഇത്ര വലിയ വിരോധം. ഞങ്ങളുടെ തന്ത്രം നിങ്ങൾ കൊണ്ടുപോകുമോ എന്ന് പറയുന്ന പോലെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോൾ തൽക്കാലം മേയർ ആര്യ രാജേന്ദ്രനാണ്. ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരിയായ മേജർ, പ്രായം കുറഞ്ഞ മേയർ എന്നുള്ളൊരു ഖ്യാതിയോടുകൂടി വന്നപ്പോൾ നമ്മളെല്ലാം കൈയടിച്ചു, സ്വീകരിച്ചു. പക്ഷേ ലോകത്തിലെ ഏറ്റവും അഹങ്കാരം കൂടിയൊരു മേയർ കൂടിയാണോ ഇവരെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനമനസ്സിൽ അവർക്കെതിരെ ഒരു പ്രതിരോധം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാവപ്പെട്ട ഒരു ഡ്രൈവറുടെ ജോലി കളയിക്കാനിടയാക്കിയ ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ട ആളല്ല. തൊഴിലാളി വർഗത്തിൻ്റെ ആളായിട്ട് വന്നിട്ട് ഇങ്ങനൊരു മഹാപാതകം ചെയ്തതിൻ്റെ ദേഷ്യവും അതുപോലെ തന്നെ അവരോടുള്ള വൈമുഖ്യവും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിനി മേയറായിട്ട് വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരിനാഥ് അടക്കമുള്ളവർ മത്സരിക്കുമെന്ന ചില വിവരങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം മത്സരിക്കുമോ? കാരണം അദ്ദേഹം ഈ അരുവിക്കര ഉൾപ്പെടെ MLA എന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്. തോറ്റപ്പോൾ ഇനി അങ്ങനെയുള്ള ചാൻസ് തേടാൻ, കൗൺസിലറായിട്ട് മത്സരിക്കാൻ എന്തെങ്കിലും ഒരു സ്ഥാനം വേണ്ടേ? അദ്ദേഹത്തിന് ഇത് വരേണ്ട ഒരു കാര്യവുമില്ല. കാർത്തികേയൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യവും, മകനാണെന്നുള്ള ഒരു പാരമ്പര്യവും ഇല്ല. അദ്ദേഹത്തിന് ആ ബിസിനസ്സിൽ അങ്ങ് തുടർന്നാൽ മതിയായിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞാൽ IAS കാരിയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിന് പറ്റിയ ഒരാളൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ അതല്ലെങ്കിൽ കാര്യനായിട്ട് നിന്ന് വീണ്ടും ജയിച്ചേന്. അതാണ് കാർത്തികേയൻ്റെ പാരമ്പര്യം. കാർത്തികേയനുള്ളപ്പോൾ മറ്റാരും അത് കൊണ്ടുപോകാൻ വലിയ സാധ്യതയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് അതുപോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത ആൾ ഇനിയും പിന്നെ ഈ കോർപ്പറേഷനിലേക്ക് പോയിട്ട് എന്താ കാര്യം? വലിയ മതിപ്പുള്ള ഒരു നല്ല രാഷ്ട്രീയക്കാരൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ പാരമ്പര്യം ഉണ്ടെന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രനാണ്. അതിനേക്കാൾ നല്ലതല്ലേ ശബരിനാഥ് മേയറായിട്ട് വരുമെന്നാണോ താങ്കൾ കരുതിയിരിക്കുന്നത്? ആര്യ രാജേന്ദ്രനെ അതാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് മാറി. കോൺഗ്രസിന് ഒരിക്കലും ഇവിടെ അധികാരത്തിൽ വരാൻ ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് സന്തോഷമുള്ള കാര്യമല്ല, പക്ഷേ അത് വരാൻ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞു കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിന് തിരിച്ചു വരാൻ പറ്റില്ല. BJPയുടെ ഈ മേധാവിത്വം കൂടുകയല്ലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. വിഷ്ണുനാഥ് തലകുത്തി നിന്നാലും വിഷ്ണു ലോകത്തിൽ പോയാലും ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. വീണടം വിഷ്ണു ലോകം എന്ന് വിചാരിക്കുകയേ രക്ഷയുള്ളൂ. സാധ്യമല്ല. ശശി തരൂർ ബാഴ്സലോണ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചു. ആ പറ്റിപ്പ് കൊണ്ടുപോയി പറ്റില്ല.
തിരുവനന്തപുരം ആഗ്രഹിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരെ പോലെ പറയാൻ പ്രാപ്തിയും പറഞ്ഞ കാര്യം നടപ്പാക്കാനും ശേഷിയുമുള്ള ഒരാളിനെയാണ് ആഗ്രഹിക്കുന്നത്. ആ തരത്തിലൊരാളിനെയാണ് ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ അതുകൊണ്ടേ പറ്റുള്ളൂ. ഇതിപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത്, കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ തലസ്ഥാനത്തെ കോർപ്പറേഷൻ മാത്രമല്ല, എന്തൊക്കെയോ അന്താരാഷ്ട്ര അവാർഡുകൾ വാങ്ങിച്ചാണെന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ അതിൻ്റെ എന്തെങ്കിലും ഫലമുണ്ടോ? ജീവിതം അതിൻ്റെ അനുസരിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടോ? സൗകര്യങ്ങൾ അതിൻ്റെ അനുസരിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടോ? രാജാവിൻ്റെ കാലത്തുള്ള റോഡ് മാത്രമല്ലേ ശാശ്വതമായിട്ട് ഇവിടെ ഉള്ളൂ? രാജപാത കവടിയാർ മുതൽ വെള്ളയമ്പലം വരെ, അതിന് പിടിക്കാൻ ഏതെങ്കിലും ഒരു പാത ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. മത്സരിച്ചിട്ടുണ്ട്. KSRTC ബസ്സും കാറും തമ്മിലുള്ള മത്സരത്തിലായിരിക്കും. അതെ, ആ കാറും തമ്മിലുള്ള മത്സരം മാത്രമാണ് ഇതിന്റെ ഒരു നിക്ഷേപം എന്ന് പറയുന്നത്. ആദ്യമത്തെ അവാർഡ് ഫസ്റ്റ് പ്രൈസ് അതിന് അവാർഡും കിട്ടി. എന്നിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് പാർട്ടി എടുക്കുകയും ചെയ്തു. പാർട്ടി ശാസിച്ചില്ല, പ്രൊമോഷൻ കൊടുത്തു. കേരളത്തിലെ KSRTC ബസ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വാഹനം ഓടിച്ചു. അതെ, പക്ഷേ ഞാൻ VK പ്രശാന്ത് ഇരുന്ന സമയത്ത് സമർത്ഥമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചു. സമർത്ഥമായിട്ടുള്ള ഭരണം അദ്ദേഹം ചെയ്യാവുന്ന ചെയ്തു. നമ്മൾ ഫോൺ വിളിച്ചാൽ അദ്ദേഹം അതിന് ചെവി കൊടുക്കും. ഇതുപോലുള്ള അഹങ്കാരമില്ലാത്ത ആളാണ്. വിനയം, VK പ്രശാന്തിൻ്റെ വിനയമാണ് അദ്ദേഹത്തിൻ്റെ വിജയമായിട്ട് മാറിയത്. ഇത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും CPM ചാൻസ് ഇല്ല. ഈ BJPയുടെ ഒരൊറ്റ സീറ്റ് പോലും അവരെ അൺസീറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ശക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം കാര്യക്ഷമമായ ഭരണമാണ് അവർ കാഴ്ചവെക്കുന്നത്. അവർക്കറിയാം, കാര്യങ്ങൾ നടത്താൻ അറിയാം. അങ്ങനെയാണ് പോകുന്നത്. തിരുവനന്തപുരത്തിൻ്റെ വി മുരളീധരൻ്റെ പേര് ഉൾപ്പെടെ ഇവിടെ മത്സരത്തിന് ഉണ്ടാകുമെന്ന് പറയും ഒരു പ്രയോജനമില്ല. കാരണം തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് വല്ലാതെ മാറിപ്പോയെന്ന് കഴിഞ്ഞാൽ പണ്ട് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയായി ചിലപ്പോൾ വി മുരളീധരൻ എത്തുമെന്ന വാർത്തകളും ചില ഇടക്കാലത്തുണ്ടായിരുന്നു. അതെനിക്കറിയില്ല. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് വല്ലാതെ മാറിയിട്ടുണ്ട്. BJPക്ക് അനുകൂലമായി. BJP സഹിക്കാൻ വയ്യായിരുന്നു. അവർക്ക് വർഗീയ പാർട്ടിയാണ്, RSS, അങ്ങനെ ഒരു അക്രമം, കൊലപാതകം ഇതിനോടൊന്നും യോജിക്കുന്ന സമാധാനപ്രിയരായ ജനങ്ങളാണ്. പക്ഷേ BJP ഇപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലാണ്, വികസനത്തിൻ്റെ പാതയിലാണ്. ഇവിടെ തിരുവനന്തപുരത്തുള്ള പലരും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അദാനി കമ്പനി പോലെ ചെയ്യുന്നവരുണ്ട്, സ്റ്റാർട്ടപ്പുകൾ നടത്തി വിജയിച്ചവരുണ്ട്. അങ്ങനെയൊക്കെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ അവർ കൊയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിന്, അതിപ്പോൾ മിഡിൽ ക്ലാസിൻ്റെ വലിയൊരു ആഭിമുഖ്യം. തിരുവനന്തപുരം സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാണ്. ഈ സർക്കാർ ജീവനക്കാരെല്ലാം മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവരാണ്, ടാക്സ് പേയേഴ്സാണ്. ആ ടാക്സിൽ നിന്ന് അവർ ഒഴിവായി കെട്ടി വലിയൊരു നേട്ടവും ആശ്വാസവുമാണ് അവർക്ക് പണ്ടേ ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ അത് തീർച്ചയായിട്ടും ഇവിടെയും പ്രതിഫലിക്കും. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു. നമ്മൾ കണ്ടല്ലോ BJPക്ക് അനുകൂലമായിട്ട്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുംഭമേള എന്ന് പറയുന്നത് പണ്ട് ആരും അറിയാത്ത എന്തോ ഒരു സംഭവമായിട്ട് അങ്ങ് കളയുന്നത്. ഇപ്പോൾ കുംഭമേള എന്ന് പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ, ഇന്ന് കേരളത്തിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് അവിടെ പോയിരിക്കുകയാണ്, പണ്ടെങ്കിലും സംഭവിക്കാത്ത വിധം. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രസ്റ്റീജ് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ പോകാൻ ആളുകൾക്കൊരു താല്പര്യവും ആഭിമുഖ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും BJPക്ക്, പിന്നെ ശ്രീപത്മനാഭൻ്റെ മണ്ണാണ്, ദൈവത്തിൻ്റെ മണ്ണാണ്, ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്കാരുടെ, അല്ല ദൈവവിശ്വാസത്തിന് സനാതന ധർമ്മത്തെയൊക്കെ തള്ളിപ്പറയുന്ന ആൾക്കാരെ തിരുവനന്തപുരം ഇപ്പോൾ തൽക്കാലം എന്തായാലും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സ്വീകരിക്കാൻ അവർക്ക് കഴിയുകയില്ല. ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ്. തമിഴ്നാട്ടിലെ കാര്യം പറയണം. BJPക്ക് നിലവിൽ നിന്നും ഇപ്പോൾ തന്നെ 34-35 സീറ്റുണ്ട്. 10-12 സീറ്റിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇതിനു മുൻപ് 17 എന്തോ സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 10ലേക്ക് എത്തുന്നു. അതിന് കുറഞ്ഞാണല്ലോ വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ, രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് വിജയിച്ചതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ കോർപ്പറേഷൻ പിടിക്കാൻ ഒരു വിഷമവുമില്ല. അവിടെ പോയത് അദ്ദേഹത്തിന് വിഴിഞ്ഞം പോലുള്ള ചില കടലോര മേഖലകളിൽ, അതുപോലെ തെക്കോട്ട് പോയി നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറമുള്ള പ്രദേശങ്ങളിലുമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? അവസാന നിമിഷത്തിലാവുമ്പോൾ രാജഗോപാൽ പണ്ട് പൊട്ടിയതും അങ്ങനെ തന്നെയായിരുന്നില്ലേ? അപ്പോൾ കോർപ്പറേഷൻ പ്രദേശമല്ല അതൊന്നും, വിഴിഞ്ഞമൊന്നും കോർപ്പറേഷൻ പ്രദേശമല്ല എന്നതുകൊണ്ട് തീർച്ചയായിട്ടും BJPക്കാണ് ഈ പ്രാവശ്യം ചാൻസ്. അത് കണ്ട് ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു യാഥാർത്ഥ്യം. അപ്പോൾ കുണ്ടറയിലെ MLA ആണ് ഇപ്പോൾ വിഷ്ണുനാഥ്. അവിടെ നിന്ന് ട്രെയിൻ കയറി നേരത്തെ ചെങ്ങന്നൂർക്കാരനാണ്. ഉമ്മൻചാണ്ടിയുടെ അടുത്ത സുഹൃത്തുമൊക്കെ ആയിരുന്നു. അപ്പോൾ കുണ്ടറയിലാണ്. ഇനിയിപ്പോൾ കുണ്ടിലായി തീരും ഇവിടെ വിഷ്ണുനാഥ് ഇവിടെ വന്ന് പ്രചാരണം നടത്തിയ. അദ്ദേഹത്തിനുള്ള ഖ്യാതിയും കൂടി ഇല്ലാതെ ഒന്നാമത് ഉമ്മൻചാണ്ടി പോയപ്പോൾ പുള്ളിക്ക് ഒരു പേട്ടൻ ഇല്ലാതായിരിക്കുക, ഒരു ഗോഡ് ഫാദർ ഇല്ലാതായിരിക്കുക. ഇപ്പം ആരോട് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുക? ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ പാവ മനുഷ്യനെ, സത്യസന്ധനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ കൊണ്ട് വെറും ലാളിത്യം, ഉമ്മൻചാണ്ടിയുടെ അതേ ലാളിത്യം തന്നെ ഉണ്ടെന്നേ. ട്രെയിനിലൊക്കെ നമ്മൾ പോകുമ്പോൾ വിഷ്ണുനാഥിനെ കാണുന്ന സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ഇരുന്നു കൊണ്ട് സാധാരണക്കാരെ പോലെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഈ ടയോട്ട കാറിനകത്ത് കയറി ഇരുന്നുകൊണ്ട് പിന്നെ ലാളിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ പാവം, കഷ്ടമുണ്ട്. പന്ന്യൻ രവീന്ദ്രന് പറ്റിയതുപോലെ പറ്റാൻ പോവുകയാണ്.
രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയെ പറ്റിയതുപോലെ പറ്റാൻ പോവുകയാണ്. എന്ത് ചെയ്യാം? സഹിക്കുകയല്ല, എന്ത് ചെയ്യാൻ? രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ പോയി പരമാവധി ശ്രമിച്ചു, പക്ഷേ ശ്രമിച്ചു. വിജയിച്ചിരുന്നെങ്കിൽ കണ്ടോ ഞാൻ ആരാന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു വന്നേനെ. ആ പുള്ളിയുടെ ഹിന്ദി എനിക്ക് തോന്നുന്നു അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എ റഹീമിൻ്റെ ഇംഗ്ലീഷ് പോലെ എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ. പുള്ളിയെ ഹിന്ദി അറിയാമെന്നും പറഞ്ഞാണ് ഇന്ദിരാഗാന്ധി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വന്നത്. അല്ല, BJP തോൽപ്പിക്കാൻ പറയുമ്പോൾ വിജയിപ്പിക്കാനാണ് കരുതിക്കണം. അതെ അതെ, BJP ഫലത്തിൽ അതായിരിക്കും സാധ്യത. കാരണം തിരുവനന്തപുരത്തുകാർക്ക് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. വേറൊരു സ്ഥലത്തൊന്നും കൊണ്ടുവരുന്നതുകൊണ്ട് അത്ര പ്രതിപത്തിയില്ല. അല്ല, അദ്ദേഹത്തിന് ചുമതലയാണ് തന്ത്രങ്ങൾ ഒരുക്കുക. ഈ തന്ത്രം വളരെ തെറ്റിയ തന്ത്രമാണ്. കാരണം തിരുവനന്തപുരത്ത് തന്നെ നേതാക്കന്മാരുണ്ടല്ലോ നിങ്ങൾക്ക്, പിന്നെന്തിനാ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്? തന്ത്രങ്ങൾ കാരണം അദ്ദേഹം ഒരു നായർ ആയതുകൊണ്ടായിരിക്കാം കൊണ്ടുവരും. തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള നേതാക്കളില്ലേ? എല്ലാം BJP യിലേക്ക് പോയി കഴിഞ്ഞോ? എനിക്കറിയില്ല സ്ഥിതി എന്താണെന്ന്.